നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് കേൾക്കുന്നത് ലവ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവ മക്കളെ സ്നേഹിക്കുക. ഒന്ന് പറയാമോ? ദൈവ മക്കളെ സ്നേഹിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34-35 വചനങ്ങൾ വായിക്കാം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. സ്തോത്രം. യേശു പറഞ്ഞ ഒരു പുതിയ കൽപ്പനയാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം എന്ന് തന്നെ. അടുത്തിരിക്കുന്ന ആളോട് നോക്കിയൊന്ന് പറഞ്ഞു, നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? യേശു നിങ്ങളെ സ്നേഹിച്ചതുപോലെ, യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ പരസ്പരം തമ്മിൽ സ്നേഹിക്കണം. സ്തോത്രം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഈ ലോകം മുഴുവൻ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയും. എങ്ങനെയാണെങ്കിൽ? പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ. നോക്ക്, ഒരു വലിയ വീരപ്രവൃത്തികൾ ചെയ്താൽ ലോകം മുഴുവൻ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയുമെന്ന് വേണമെങ്കിൽ യേശുവിന് പറയാമായിരുന്നു. ഭൂതങ്ങളെ പുറത്താക്കിയാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് പലരും കേൾക്കും, വളരെ ഒരു വലിയ അത്ഭുതമാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. രോഗങ്ങൾ സൗഖ്യമാക്കിയാൽ വലിയൊരു അത്ഭുതം അവിടെ നടന്നു, ഇവിടെ ദൈവത്തിന്റെ ഒരു ശിഷ്യനുണ്ട് എന്ന് പലരും അറിയുമെന്ന് വേണമെങ്കിൽ യേശുവിന് പറയാമായിരുന്നു. അല്ലെങ്കിൽ പ്രവചിക്കുന്ന ഒരു വലിയ ഒരു അത്ഭുതം, പ്രവചനങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ രോഗം സൗഖ്യമാക്കുന്നു, അങ്ങനെയുള്ള ഒരാളുണ്ട്, ദൈവത്തിന്റെ ശിഷ്യൻ എന്ന് അറിയുമായിരുന്നു. ഇതൊന്നും അല്ല യേശു പറഞ്ഞത്. മാത്രമല്ല, ശിഷ്യന്മാർ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് വന്നപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഇതിലല്ല സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അതുവഴി നമ്മൾ പരസ്പരം സ്നേഹിക്കുകയാണെങ്കിൽ അതുവഴി ലോകം നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണ് എന്ന് അറിയും. അപ്പോൾ ഒരു കൽപ്പന കർത്താവ് തരികയാണ്. എന്താ തരുന്നത്? നമ്മൾ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹം നമ്മളുടെ ഇടയിൽ നിറയുമ്പോൾ നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണ് എന്ന് അനേകർ അറിയുവാനിടയാകും. ഇവിടെ പറയുന്നത് കണ്ടോ? പോയി പറയുന്ന വേണ്ട, പലരും അത് കണ്ട്, ആ സ്നേഹം കണ്ട്, നമ്മളുടെ ജീവിതം കണ്ട്, നമ്മൾ ദൈവ മക്കളുടെ ഇടയിലുള്ള സ്നേഹം കണ്ട്, ഒരുമ കണ്ട് യേശുവിന്റെ ശിഷ്യന്മാർ എന്ന് അവർക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഇത് കർത്താവ് പറഞ്ഞു. ഇത് അനേക സ്ഥലത്ത് വളരെ വ്യക്തതയോടെ യേശു പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു. പക്ഷെ പലപ്പോഴും എങ്ങനെയോ നമ്മൾ ഈ കൽപ്പന, ഈ വാക്യങ്ങൾ കാണാതെ പോവുകയാണ്. പലപ്പോഴും നമുക്ക് ഇതിന്റെ ആഴം എന്തെന്ന് മനസ്സിലായിട്ടില്ല. നമുക്ക് 1 യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വചനം വായിക്കാം. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തോ എന്നറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. നോക്ക്, ഇവിടെ പറയാ, യേശു നമുക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നതിനാൽ സ്നേഹം എന്തെന്ന് നാം മനസ്സിലാക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടതാകുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടതാകുന്നു. ഒന്ന് പറഞ്ഞേ, നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടതാകുന്നു. ഇത് യേശു പറഞ്ഞ കാര്യമാണ്. യേശു പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവനെ
തന്നിരിക്കുന്നു. ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നത്. ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആര്? ശിഷ്യന്മാർ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നതുപോലെ നിങ്ങളും ഈ സഹോദരന്മാരായവർ, വിശ്വാസികളായവർ പരസ്പരം ജീവൻ അർപ്പിക്കണം. നമ്മളുടെ ജീവൻ നമ്മൾ കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി, കൂട്ടു സഹോദരിമാർക്ക് വേണ്ടി, വിശ്വാസത്തിലുള്ളവർക്ക് വേണ്ടി അർപ്പിക്കണം. ഇത് കേൾക്കുമ്പോൾ പലരും ഇപ്പൊ ചിന്തിക്കുന്നത്, എനിക്ക് ഫീൽ ചെയ്യുക, ഈ പറയുന്ന സഹോദരന്മാർ എന്ന് പറയുന്നത് ആരാണ്? സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കണം എന്ന് പറയുന്നു. ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിരുന്നപ്പോ ഞാനിത് വായിച്ചപ്പോൾ വിചാരിച്ചത് എൻ്റെ ചേട്ടനായിരിക്കും ഈ സഹോദരൻ എന്നാണ്. നമ്മളുടെ സ്വന്തം ഭവനത്തിലെ സിബ്ലിംഗ് ആണോ ഈ സഹോദരൻ എന്ന് പറയുന്നത്? അതോ ലോകത്തിലെ എല്ലാവരെയും ആണോ പറയുന്നത്? അതോ സഹോദരൻ എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തിലെ ആളുകളെയാണോ? അതോ സഭയിലെ കൂട്ടു സഹോദരന്മാരെ, സഹോദരിമാരെ ആണോ? ഇത് തിരിച്ചറിയണം. അല്ലാതെ ജീവൻ കൊണ്ട് വെറുതെ അർപ്പിക്കാൻ പറ്റില്ല. ആർക്ക് ജീവൻ അർപ്പിക്കണമെന്നാണ് യേശു പറയുന്നത്. ആദ്യം യേശു പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ജീവൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചതുപോലെ, ഇവിടെ പറഞ്ഞത് ഞാൻ ജീവൻ അർപ്പിച്ചതുപോലെ നിങ്ങൾ സഹോദരന്മാർക്ക് വേണ്ടി എന്ന് പറഞ്ഞേ. സഹോദരന്മാർക്ക് വേണ്ടി, അതിൽ സഹോദരിമാരും ഉണ്ട് കേട്ടോ. സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടതാകും. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ആരോടാണ് ഈ അന്യോന്യം സ്നേഹിക്കണം എന്ന് പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവൻ അർപ്പിക്കണം എന്ന് പറയുന്നത്? വ്യക്തമാക്കുന്ന ഒരു വചനം നമ്മൾ വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആത്മീയ കണ്ണും കാതും തുറന്ന് ഈ വചനം കേൾക്കണം. 1 യോഹന്നാൻ, ഈ ലേഖനം തന്നെ 4-ാം അധ്യായം 20 മുതൽ വായിക്കാൻ പോവുക. ശ്രദ്ധിക്കാം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്ന കൽപ്പന നമുക്ക് അവനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും, ഞാൻ പറയുക ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് കള്ളത്തരമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മുഖവിലയ്ക്ക് പോലും എടുക്കില്ല. കാരണം താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. നമ്മൾ നേരെ കാണുന്ന സഹോദരനെ, സഹോദരിയെ സ്നേഹിക്കാൻ കഴിയാത്തവന് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ഗോഡ്. അടുത്ത വചനം, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്ന കൽപ്പന നമുക്ക് അവനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. നേരത്തെ വായിച്ച കൽപ്പനയാണ്, അവനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ എല്ലാം വീണ്ടും പറയുക, സഹോദരനെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ സഹോദരനെ സ്നേഹിക്കാതിരുന്നാൽ കള്ളനാകുന്നു. കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. ഇതെല്ലാം പറഞ്ഞിട്ട് ആരാണ് സഹോദരൻ എന്ന് അടുത്ത വചനം എന്ന് പറഞ്ഞത് കണ്ടിന്യൂഷനാണ്. നിങ്ങൾക്ക് അറിയാലോ, ബൈബിൾ എഴുതിയിട്ടുള്ളത് അധ്യായം തിരിച്ചല്ല. ഒറ്റ സ്ക്രോളിൽ ആദ്യ വചനം മുതൽ അവസാന വചനം വരെ ഒരുമിച്ച് എഴുതിയിട്ടുള്ളത്. ഈ ലേഖനം എടുത്താൽ ഫസ്റ്റ് വചനം മുതൽ അവസാന വചനം വരെ ഒരുമിച്ചാണ്. നമ്മൾ വായിക്കാനും പരസ്പരം പറയാനുമുള്ള എളുപ്പത്തിന് അതിനെ ചാപ്റ്റേഴ്സും വാക്യങ്ങളും ആക്കിയിരിക്കുന്നു എന്ന് മാത്രം. ഈ വചനം പറഞ്ഞ് 5-ന്റെ 1, അതായത് കണ്ടിന്യൂവേഷൻ, അവിടെ
ആരാണ് സഹോദരൻ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇത് വായിക്കണം. ആരെയാണ് ഈ പരസ്പരം സ്നേഹിക്കണം എന്ന കൽപ്പന കൊടുത്തിട്ടുള്ളത്? ആർക്ക് വേണ്ടിയാണ് ജീവൻ അർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ആരെ സ്നേഹിച്ചില്ലെങ്കിലാണ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നത് വ്യക്തമാക്കുന്ന വചനമാണ് 1 യോഹന്നാൻ 5:1. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ എല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നോക്ക്, സഹോദരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വചനത്തിൽ വ്യക്തമാക്കുകയാണ് ആരാണ് സഹോദരൻ. ശ്രദ്ധിച്ചു കേൾക്കാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. മനസ്സിലായവർ കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ? വീണ്ടും ജനനം പ്രാപിച്ചവർ. നോക്ക്, നമ്മൾ വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ടത് പലർക്കും ഒരു തമാശയായിരിക്കാം. ദൈവത്തിന് അങ്ങനെയല്ല. പലരും ഇതിന്റെ സത്യം അറിയാതെ ആയിരിക്കാം ചെയ്തിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരുവൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്നവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുന്ന, ക്രിസ്തുവിനോട് ചേരുന്നതാ സ്നാനം. അതിനോട് കൂടെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഉള്ളത്തെ വീണ്ടും ജനിപ്പിക്കും. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരികയും നമ്മൾ പുതിയ സൃഷ്ടിയായി വീണ്ടും ജനിക്കുകയും ചെയ്യും. അതുകൊണ്ട് യേശു പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്ത ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പോൾ ആത്മാവിൽ നിന്നൊരു ജനനം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് വിളിച്ചു പറയുന്നത്. ആത്മാവിൽ നിന്ന് പുതിയ സൃഷ്ടിയായി ജനിച്ചു. 20 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ വഴികളിൽ തന്നെ നടന്നിരുന്ന എന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിൽ വന്ന് എന്നെ വീണ്ടും ജനിപ്പിച്ചു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർ. അതിൽ ഒരുപാട് ആഴമുണ്ട്. യേശുവാണ് മെശിഹ, യേശുവാണ് വരാനുള്ളവൻ, ക്രിസ്തു അനോയിന്റഡ് വൺ, അഭിഷേകം നൽകുന്നവൻ എന്ന് വിശ്വസിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരുടെ മേൽ ആത്മാവിനാൽ അവൻ അഭിഷേകം ചെയ്ത് അവരെ വീണ്ടും ജനിപ്പിക്കും. അവരൊരു പുതിയ സൃഷ്ടിയാകും. ഒരുവൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ അവന്റെ ആത്മാവുമായി ഒന്നായി ചേരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കടന്നുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. അങ്ങനെ അവൻ വീണ്ടും ജനിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുക, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്താൽ ജനിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ജനിച്ചു, ഒരു വീണ്ടും ജനനം. നോക്ക്, യേശു പരിശുദ്ധാത്മാവ് ഇറങ്ങി മറിയ ഗർഭിണിയായതുപോലെ പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭിണിയായി കാണപ്പെട്ടു. ഒരു സൃഷ്ടിപ്പ് നടന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്ന് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി ജനിച്ചു. നമ്മൾ വീണ്ടും ജനിച്ചു. നമ്മുടെ പഴയ സ്വഭാവം മാറി. നമ്മുടെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവത്തോട് ചേർന്ന് തുടങ്ങി. ആത്മാവിൽ നമ്മൾ ഒന്നായി. അന്ന് മുതൽ നമ്മളുടെ യാത്ര ആരംഭിച്ചിരിക്കുക. ഈ ദിവസങ്ങളിലെല്ലാം നമ്മളുടെ പ്രാണനും ശരീരവും ആ തേജസ്സിലേക്ക് കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ പറയുക, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചത് ആരാ? ദൈവം. ജനിപ്പിച്ചത് ദൈവമാണ്, അല്ലെ? നമ്മളെല്ലാം പുതിയ സൃഷ്ടിയാക്കിയത്, നമ്മളെല്ലാം വീണ്ടും ജനിപ്പിച്ചത് ദൈവമാണ്. ഇവിടെ പറയുക, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. ആരെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നുവോ, ആരെല്ലാം ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നുവോ, അവരെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു.
നോക്ക്, കർത്താവ് പറയാം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾ ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കണം. അവനിൽ നിന്ന് ജനിച്ചവർ ആരാ? വീണ്ടും ജനിച്ച ദൈവവിശ്വാസികൾ. ഹല്ലേലൂയ! വീണ്ടും ജനിക്കുമ്പോൾ അവനിൽ നിന്ന് ജനിച്ചവർ, അവനിൽ നിന്ന് പുതുക്കം പ്രാപിച്ചവർ, അവനിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ചവർ, അവനോട് കൂടെ ചേർന്നവർ, കൂട്ടുവിശ്വാസികൾ, അവരെ സ്നേഹിക്കണം എന്ന കൽപ്പന കർത്താവ് നൽകിയിരിക്കുക. ഹല്ലേലൂയ! പ്രൈസ് ഗോഡ്. ഇനി ഈ വചനം ഒന്നും കൂടെ വായിക്കുക, 20 മുതൽ. 1 യോഹന്നാൻ 4:20. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല. നോക്ക്, നമ്മൾ കാണുന്ന സഹോദരന്മാരും സഹോദരിമാരും എവിടെ ഇരിക്കുന്നത്? ഇവരെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ, സോറി ടു സേ, ദൈവം പറയുന്ന വാക്ക, ദൈവത്തെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാണുന്ന സഹോദരനെ സഹോദരിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്ന കൽപ്പന നമുക്ക് അവനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ യു മസ്റ്റ് ലവ് യുവർ ബ്രദറൻ. യു മസ്റ്റ്. അതിന് ഒരു ഒഴിവ് കഴിവുമില്ല. നിങ്ങൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കും? ഒരാൾ അറിയാതെ സ്നേഹിക്കാൻ പറ്റുമോ? സഭയിലുള്ള എല്ലാവരെയും പരസ്പരം അറിയണം. അറിഞ്ഞിരുന്നേ മതിയാവൂ. അവന്റെ പേരെന്താണ്, അവൻ എവിടെ നിന്ന് വരുന്നു, അവന്റെ എന്ത് കുറവുകളുണ്ടെങ്കിലും നമ്മൾ അവനെ സ്നേഹിക്കണം. സഭയിലുള്ള ദൈവമക്കൾക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും നമ്മൾ അതൊന്നും കുറ്റം പറയുകയല്ല വേണ്ടത്. സഭയുടെ അകത്തെ ഒരു വ്യക്തിയുടെ പോലും കുറ്റം വേറൊരുവനോട് പറയരുത്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പാപങ്ങൾ അവർ കാണുന്നില്ല, അല്ലെങ്കിൽ അതെല്ലാം സ്നേഹത്തോടെ ക്ഷമിക്കുന്ന ആ രീതിയിൽ വരുമ്പോൾ അവരെല്ലാം രൂപാന്തരപ്പെട്ടോളും. നമ്മൾ എപ്പോഴും നമ്മളുടെ കൂട്ട് സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹിക്കണം എന്ന കൽപ്പന കർത്താവ് തന്നിട്ടുണ്ട്. നോക്ക്, നമ്മളുടെ കുടുംബം ഇതൊരു ചോയ്സ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എനിക്ക് ആ ബ്രദറിനെ അങ്ങ് ഇഷ്ടമല്ലാന്നേ, എനിക്ക് ആളുടെ ഒരു നോട്ടവും സംസാരവും ഒന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തവരെ സ്നേഹിക്കാനാണ് കർത്താവ് നിന്നെ വിളിച്ചിട്ടുള്ളത്. എനിക്ക് ആ ആളാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇന്ന സഹോദരി, അത് അവരുടെ വർത്താനം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവരെയാ നീ കൂടുതൽ സ്നേഹിക്കേണ്ടത്. അവരെ പറ്റി കുറ്റം പറയാനല്ല നിന്നെ വിളിച്ചിട്ടുള്ളത്. വ്യക്തതയോടെ പറയുക, അവന് ആ ജനിപ്പിച്ചവനെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെ നീ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കണം. കർത്താവിൽ നിന്ന് ജനിച്ചവൻ, കർത്താവിൽ നിന്ന് വീണ്ടും ജനിച്ചവൻ, കർത്താവിനോട് ചേർന്നവൻ, വിശ്വാസത്തിലുള്ളവൻ, കൂട്ടു സഹോദരൻ, കൂട്ടു സഹോദരി, സഭയിലുള്ള ദൈവമക്കൾ, ചിൽഡ്രൻ ഓഫ് ഗോഡ്, കർത്താവ് ദൈവമക്കൾ എന്ന് വിളിക്കുന്നവർ. ഇത് ഈ ജീവൻ കൊടുക്കണമെന്ന് പറഞ്ഞത് ഒരു ജനറൽ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. മനസ്സിലാക്കണം. അങ്ങനെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ പിടിച്ച് അപ്പൊ തന്നെ ജീവൻ എടുക്കും. അങ്ങനെ കുറെ പേര് ഇരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടുള്ളത് വിശ്വാസത്തിലുള്ള ദൈവമക്കളെ കുറിച്ചാണ്. ഇത് ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ കുറിച്ചാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ നീ സ്നേഹിക്കണം, ജീവൻ കൊടുത്തും സ്നേഹിക്കണം. അതെന്താ, എനിക്ക് എന്റെ അടുത്തുള്ളവരെ ഇഷ്ടമുള്ളൂ, സഭയിലുള്ള ആരും എനിക്ക് ഇഷ്ടമല്ല? സാധ്യമല്ല. നിന്നെ കർത്താവ് ഒരു സഭയിൽ ചേർത്തിരിക്കുകയാണ്. നോക്കി, ഞാൻ ചോദിച്ചോട്ടെ, നമ്മളുടെ ഭവനത്തിലുള്ളവര്, ഓക്കെ, അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, ചേട്ടൻ ഉണ്ടാവാം, സഹോദരിമാരുണ്ടാവും, നമുക്ക് പറയാൻ പറ്റുമോ ഇവൻ എനിക്ക് ഇഷ്ടമല്ല? നമ്മൾ തെരഞ്ഞെടുത്തതാണോ? നമ്മൾ ഇന്ന ആള് മതി എന്റെ ചേട്ടനായിട്ടെന്നും ഇന്ന ആള് മതി എന്റെ അപ്പനായിട്ടെന്നും പറഞ്ഞ് തെരഞ്ഞെടുത്തതാണോ? അല്ല. നമുക്ക് ചിലപ്പോ ഇഷ്ടപ്പെടില്ല ഭവനത്തിലുള്ളവരുടെ പെരുമാറ്റം. എന്നാ ശരി, ഇനി മുതൽ നീ എന്റെ ചേട്ടനായിട്ടില്ല, വേറൊരാള് വരട്ടെ എന്റെ ചേട്ടനായിട്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ തെരഞ്ഞെടുത്തതല്ല, സഭയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുക.
ഒരു സഭ കർത്താവിന്റെ ശരീരമാണ്. ഹല്ലേലൂയ. എഫേസ്യർ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, ക്രിസ്തു തലയും സഭ ക്രിസ്തുവിന്റെ ശരീരവുമാണ്. എല്ലാത്തിലും എല്ലാ സമ്പൂർണതയും അവന്റെ ശരീരത്തിലാണ് നിറയുന്നത്, സഭയിലാണ് നിറയുന്നത്. സഭയ്ക്ക് പ്രത്യേകതയുണ്ട്, അത് കർത്താവിന്റെ ശരീരമാണ്. നമ്മൾ ഓരോരുത്തരും ആ ശരീരത്തിന്റെ അവയവങ്ങളാണ്. എങ്ങനെ നീ ഒരു അവയവത്തെ അറിയാതിരിക്കും? എങ്ങനെ നീ ഒരു അവയവത്തെ അവഗണിക്കും? എങ്ങനെ നീ ഒരു അവയവത്തെ സ്നേഹിക്കാതിരിക്കും? നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കൂട്ടായ്മ ആചരിക്കാതിരിക്കുകയും എങ്ങനെ നീ ചെയ്യും? സാധ്യമല്ല ദൈവമക്കളെ. ഞാൻ വ്യക്തതയോടെ പറയാം, അത് തന്നെ വചനവും പറയുന്നത്. നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നിന്റെ കൂട്ട് സഹോദരനെ സഹോദരിയെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നീ കള്ളനാകുന്നു. ചിലർ പറയും, എനിക്ക് അവരുടെ സ്റ്റാറ്റസ് ഇഷ്ടമല്ല. സ്റ്റാറ്റസ് നോക്കാനല്ല നിന്നെ വിളിച്ചിട്ടുള്ളത്. എനിക്ക് അവരുടെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമല്ല, സംസാര രീതി ഇഷ്ടമല്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ അളക്കാനല്ല നിന്നെ വിളിച്ചിട്ടുള്ളത്. എങ്ങനെയാണെങ്കിലും നിന്റെ സഭയിലുള്ള ദൈവമക്കളെ നീ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി നീ ജീവൻ കൊടുക്കണം, അവർക്ക് വേണ്ടി നീ സമയം കൊടുക്കണം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നീ കരുതണം. അതാണ് കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നത്. നോക്ക്, there is a global church, there is a local church. ഈ ലോകത്തുള്ള എല്ലാ കർത്താവിൽ നിന്ന് ജനിച്ചവരും നമ്മുടെ സഹോദരന്മാരാണ്. ശരിയാ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കണം. ഈ വീണ്ടും ജനിച്ച എല്ലാവരെയും നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവും. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ജനിച്ചവനെ കാണുമ്പോൾ നമ്മൾ അറിയ പോലുമില്ല അവൻ വീണ്ടും ജനിച്ചവൻ. നമ്മുടെ ഉള്ളം തുടിക്കും, നമ്മുടെ ഉള്ളം സന്തോഷിക്കും, സംസാരിക്കുമ്പോൾ ഒരു ഒഴുക്ക് വരും. കാരണം പറയാനുള്ളത് ഒരേ കാര്യമാണ്. ഒരേ അപ്പന്റെ മക്കളാ സംസാരിക്കുന്നത്. അപ്പനിൽ നിന്ന് രണ്ടുപേരും ജനിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ നമ്മുടെ സഹോദരന്മാരാണ്. എന്നിരിക്കെ ഈ ലോക്കൽ സഭയ്ക്ക് അതിൽ വളരെ പ്രത്യേകതയുണ്ട്. നോക്ക്, ഇപ്പൊ നമുക്ക് ബന്ധുക്കളുണ്ട്. എൻ്റെ ചേട്ടൻ, അതായത് അപ്പച്ചൻ്റെ അനിയന്റെ മക്കളുണ്ട്. എല്ലാവരും ബന്ധുക്കളാ കുടുംബത്തില്. പക്ഷെ നമ്മളുടെ കുടുംബത്തിന് വ്യത്യാസമുണ്ട്. നമ്മളുടെ ജീവിത പങ്കാളി, നമ്മളുടെ മക്കൾക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആയിരിക്കുന്ന സഭ വ്യത്യാസമുണ്ട്. അത് നമ്മളുടെ കുടുംബമാണ്, അത് നമ്മളുടെ സഹോദരി സഹോദരന്മാരാണ്. അവരെ സ്നേഹിക്കണം എന്നത് ദൈവത്തിന്റെ കൽപ്പനയാ. ലവ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവ മക്കളെ നീ സ്നേഹിക്കണം. ഇത് മസ്റ്റ്. ഇംഗ്ലീഷ് വായിച്ച വ്യക്തമായി, യു മസ്റ്റ്. നമ്മുടെ സൗകര്യം നോക്കിയല്ല. അത് എന്താന്ന് വെച്ചാൽ സഭയിലുള്ളവരൊക്കെ പല സ്ഥലങ്ങളിലായിരിക്കുന്നേ. നോക്ക്, കൺവീനിയൻസ് അല്ല സ്നേഹത്തിന്റെ അടിസ്ഥാനം, ഫീലിംഗ് അല്ല സ്നേഹത്തിന്റെ അടിസ്ഥാനം. ഞാൻ ചുറ്റുമുള്ള ആളെ എന്നെ സ്നേഹിച്ചു. ചിലര് സ്നേഹബന്ധത്തിൽ പെടുന്നവർ പറയുന്ന, ഞാനിങ്ങനെ അടുത്ത ഇടവഴിയപ്പോ അങ്ങ് സ്നേഹിച്ചു. നോ, അതൊരു തോന്നലാ. സ്നേഹം ഒരു തീരുമാനമാ. ക്ഷമിക്കുമെന്നതൊരു തീരുമാനമാ. ഞാൻ സഹിക്കുമെന്നതൊരു തീരുമാനമാ. ഞാൻ എന്ത് സംഭവിച്ചാലും എന്റെ കൂട്ടു സഹോദരനെ സ്നേഹിക്കും എന്നത് കർത്താവിലുള്ള തീരുമാനമാണ്. അടുത്തുള്ള ആളുകളെ സ്നേഹിക്കുകയല്ല, നമ്മുടെ സഭയിലുള്ളവർ അവരെവിടെയാണെങ്കിൽ അതിന്റെ ദൂരമല്ല അവിടെ അളവ്. ആത്മാവിലുള്ള ഒരുമയാണ്. ആത്മാവിൽ ഞങ്ങൾ കരുതും. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള സ്നേഹബന്ധം, ക്രിസ്തുവിലുള്ള കൂട്ടായ്മ. സ്തോത്രം. നോക്ക്, സഭ ഇപ്പൊ നമുക്ക് പരസ്പരം അറിയാം. ഇനി വലിയ സഭയാണെന്ന് ഇരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഹൗസ് ചർച്ചസ് വേണം. അതുകൊണ്ടാണ് നിർബന്ധമായും ഒരു കൂട്ടായ്മയിലെങ്കിലും നമ്മൾ പങ്കുകാരാകണം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ബൈബിൾ സ്റ്റഡി നടക്കുമ്പോൾ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. മാത്യു ചേട്ടന്റെ വീട്ടിൽ ഒരു ഹൗസ് ചർച്ച് നടക്കുന്നുണ്ട്. തലൂരുണ്ട്, മുളങ്കുത്താവിലുണ്ട്. അങ്ങനെ ഒരു ഹൗസ് ചർച്ചിൽ ഒരു കൂട്ടായ്മ അവിടെ ആചരിക്കുക. ആ ഭവനങ്ങൾ തമ്മിൽ പരസ്പരം പ്രാർത്ഥിക്കുന്നു, പരസ്പരം അറിയുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവ മക്കൾക്ക് വേണ്ടി കരുതുന്നു. അങ്ങനെ മാത്രമേ ദൈവരാജ്യം പണിയുവാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാതെ കുറെ വീരപ്രവർത്തികൾ ഞാൻ ചെയ്തു എന്നതിൽ അഹങ്കരിക്കുന്നതല്ല ദൈവരാജ്യം. ദൈവരാജ്യം എന്നാൽ പരസ്പരം സ്നേഹിക്കുന്നതാണ്, പരസ്പരം കൂട്ടു സഹോദരന്മാരെ കരുതുന്നതാണ്, അവരുടെ പോരായ്മകളെ ക്ഷമിക്കുന്നതാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, സന്തോഷത്തോടെ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ്.
Hallelujah. Praise God. ഞാൻ ഒറ്റ കാര്യമേ എന്ന് പറഞ്ഞുള്ളൂ. പലപ്പോഴും നമ്മൾ വായിച്ചു പോകുമ്പോൾ സഹോദരന്മാരെ സ്നേഹിക്കുവിൻ, അവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവിൻ എന്ന് വായിക്കുമ്പോൾ മനസ്സിലാകില്ല നമുക്ക് ആരെക്കുറിച്ച് ഈ പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കണം, ആദ്യ കൽപ്പന. തന്നെ പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം, രണ്ടാമത്തെ കൽപ്പന. അയൽക്കാരൻ ആവശ്യമുള്ളവനാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കണം എന്ന കൽപ്പനയിൽ തന്നെ സഹോദരന്മാരെ സ്നേഹിക്കണമെന്ന് അടങ്ങിയിരിക്കുകയാണ്. സഹോദരന്മാരെ സ്നേഹിച്ചാലേ ദൈവത്തെ സ്നേഹമാവുകയുള്ളൂ. എങ്കിലേ അയൽക്കാരൻ ആവശ്യമുള്ളവരിലേക്ക് നമുക്ക് സഹായം എത്തിക്കാൻ പറ്റുള്ളൂ. നോക്ക്, കൂട്ടു സഹോദരൻ, ഇവിടെയുള്ളവരെ നിങ്ങൾക്ക് സ്നേഹിക്കാനും സഹായിക്കാനും പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പുറമേയുള്ള ആവശ്യമുള്ളവന് വേണ്ടി നിങ്ങൾ എങ്ങനെ ചെയ്യും? കാരണം ദൈവത്തെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം എന്ന കൽപ്പനയിൽ കൂട്ടു സഹോദരന്മാരെ, സഭയിലുള്ള വിശ്വാസികളെ സ്നേഹിക്കണം എന്ന കൽപ്പന അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കൂട്ടു സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ കള്ളനാകുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ തന്നെ കൂട്ടു സഹോദരന്മാരെ സ്നേഹിക്കുക എന്നത് അടങ്ങിയിരിക്കുന്നു. സത്യമല്ലേ? നോക്ക്, ഇത് ദൈവത്തിന്റെ ശരീരമാണ്. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ ശരീരമായ സഭയെ സ്നേഹിക്കണം. അവന്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെയും, ഓരോ ദൈവമക്കളെയും സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൽ തന്നെ വിശ്വാസികളെ, കൂട്ടു സഹോദരന്മാരെ സ്നേഹിക്കുന്നു എന്നത് അടങ്ങിയിരിക്കുന്നു. എങ്കിലേ രണ്ടാമത് നമുക്ക് പോയി അയൽക്കാരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ഇത് ഒരു കുടുംബമാണ്. നമ്മൾ തെരഞ്ഞെടുത്തതല്ല, നമ്മളെ ദൈവം തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുക. ഇനി നമ്മളുടെ ഇഷ്ടം പോലെ അല്ല, അങ്ങ് സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൂട്ടായ്മകൾ ആചരിക്കുക, വചനം പങ്കുവെക്കുക, വചനം ഒരുമിച്ച് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെയാ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാകുന്നത്. ഹല്ലേലൂയ.